നമസ്കാരം. പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ല് പാസ്സാകുന്നതോടെ മുൻപത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന ഉറപ്പാണ് കേന്ദ്ര സർക്കാർ മുനമ്പം നിവാസികൾക്ക് നൽകുന്നത്. വഖഫ് ഭൂമി പ്രശ്നത്തിൽ മുനമ്പം സമരപന്തൽ സന്ദർശിക്കവേ BJP നേതാവും കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രിയുമായ ശോഭ കരന്തലജയും ഇക്കാര്യമാണ് ഊന്നി പറഞ്ഞത്. വഖഫ് ഭൂമി പ്രശ്നം ബാധിച്ച 5ഓളം കുടുംബങ്ങളെ കേന്ദ്രമന്ത്രി നേരിൽ കണ്ടു. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അതിലെവിടെയും വഖഫിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെന്ന് ശോഭ കരന്തലജി പറഞ്ഞു. കേരളത്തിലെ മന്ത്രിമാർ മുൻപത്തെ ജനങ്ങളുടെ കണ്ണീര് കാണുന്നില്ലെന്നും അവർ കുറ്റപ്പെടുത്തി. കാലങ്ങളായി മറ്റു മതവിഭാഗങ്ങൾ താമസിച്ചു വരുന്ന സ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, ക്രൈസ്തവ ദേവാലയങ്ങൾ എന്നിവയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് ലാൻഡ് ജിഹാദാണെന്ന് ശോഭ കരന്തലജി പറഞ്ഞു. പ്രണയം നടിച്ച് മറ്റ് മതവിഭാഗങ്ങളിലെ യുവതീ യുവാക്കളെ ഇസ്ലാമാക്കാൻ ശ്രമിക്കുന്ന ലവ് ജിഹാദ് പോലെയാണ് ഇതെന്നും മന്ത്രി പറഞ്ഞു. 1954 കേവലം 10,000 ഏക്കറിൽ താഴെ ഭൂമിയുണ്ടായിരുന്ന വഖഫ് ബോർഡിന് ഇന്ന് 38 ലക്ഷം ഏക്കർ ഭൂമിയാണുള്ളത്. ഇതെങ്ങനെ ഉണ്ടായി എന്ന് വ്യക്തമാക്കാൻ ബോർഡ് തയ്യാറാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. കേരളത്തിൽ മാത്രമല്ല, രാജ്യമാസകലം കർഷകന്റെയും ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുകയാണ്. ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങളും വ്യാപകമായി നടക്കുകയാണ്. നീതി നിഷേധിക്കപ്പെടുന്നവർക്കൊപ്പം കേന്ദ്ര സർക്കാർ നിലകൊള്ളുമെന്നും അവർ വ്യക്തമാക്കി. 1950 ഭരണഘടന തയ്യാറാക്കുമ്പോൾ അതിൽ വഖഫ് എന്ന പദം പോലും രേഖപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ 1984 വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറിയ മുസ്ലിങ്ങളുടെ ഭൂമി സംരക്ഷിക്കാൻ എന്ന പേരിലാണ് വഖഫ് നിയമം ഉണ്ടാക്കിയത്. 1995 ഇതിലുണ്ടാക്കിയ ഭേദഗതി അനുസരിച്ച് വഖഫ് മനസ്സിൽ വിചാരിക്കുന്ന ഭൂമിയിൽ അവകാശം ഉന്നയിക്കാമെന്ന നില വന്നു. അതിൽ കാലങ്ങളായി താമസിച്ചു വരുന്ന മറ്റു വിഭാഗങ്ങൾക്ക് പരാതി നൽകാൻ ഒരു കോടതിയിലും കഴിയില്ല എന്ന് മാത്രമല്ല, മുസ്ലിങ്ങൾ മാത്രം അംഗങ്ങളായുള്ള വഖഫ് ട്രിബ്യൂണലിനെ മാത്രം ആശ്രയിക്കാമെന്നതുമാണ് സ്ഥിതിയെന്നും അവർ പറഞ്ഞു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ മേജർ രവി, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രേണു സുരേഷ്, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷൈജു തുടങ്ങിയവരും ശോഭ കരന്തലജയോടൊപ്പം സമരവേദി സന്ദർശിച്ചു. അതേസമയം വഖഫ് ഭൂമി കൈവശം വെക്കുന്നത് കുറ്റകരമാക്കുന്ന നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ലെന്ന് കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടികളാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. 2013 വഖഫ് ഭേദഗതിക്ക് മുമ്പ് തന്നെ ഭൂമി കൈവശക്കാരുടെ പക്കലാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. വഖഫ് ഭൂമി കൈവശം വെച്ചുവെന്ന് ആരോപിച്ച് രജിസ്റ്റർ ചെയ്ത കേസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസമാണ് റദ്ദാക്കിയത്. മുനമ്പം അടക്കമുള്ള വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മുനമ്പം, ചാവക്കാട്, വയനാട് അടക്കമുള്ള മേഖലകളിൽ വഖഫ് ബോർഡ് ഭൂമിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ നിർണായകമായ ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വഖഫ് ബോർഡിന്റെ അനുമതിയില്ലാതെ ഭൂമി കൈവശം വെച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് പോസ്റ്റ് ഓഫീസ് ജീവനക്കാർക്കെതിരെയായിരുന്നു കേസെടുത്തത്. കാലിക്കറ്റ് പോസ്റ്റൽ ഡിവിഷൻ സീനിയർ സൂപ്രണ്ട്, മാരിക്കുന്ന് സബ് പോസ്റ്റ് മാസ്റ്റർ എന്നിവർക്കെതിരായ കേസാണ് കോടതി റദ്ദാക്കിയത്. വഖഫ് ബോർഡിന്റെ പരാതി അനുസരിച്ചാണ് പോസ്റ്റൽ ഉദ്യോഗസ്ഥർക്കെതിരായ കേസ് രജിസ്റ്റർ ചെയ്തത്. 1999 പ്രവർത്തനം ആരംഭിച്ചതായിരുന്നു ഈ പോസ്റ്റ് ഓഫീസ്. ഇത് വഖഫ് ഭൂമിയിലാണെന്നായിരുന്നു കേസ്. 2013 വഖഫ് ഭേദഗതി നിയമം നിലവിൽ വന്നത്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റൽ ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്ത് കേസെടുക്കുകയായിരുന്നു. കോഴിക്കോട് കോടതിയിൽ കേസിന്റെ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ പ്രതി ചേർക്കപ്പെട്ട പോസ്റ്റൽ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയെ സമീപിച്ചു. വഖഫ് ഭേദഗതി നിയമം അനുസരിച്ച് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. നിയമം നിലവിൽ വന്ന കാലവും പോസ്റ്റൽ ഓഫീസ് സ്ഥാപിക്കപ്പെട്ട കാലവും തമ്മിലെ അന്തരം പരിഗണിച്ചായിരുന്നു നടപടി. 2023 സുപ്രീം കോടതി സമാന സ്വഭാവമുള്ള കേസിന്റെ ഉത്തരവിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ആ ഉത്തരവ് കൂടി പരിഗണിച്ചാണ് വഖഫ് ഭൂമിയിലെ കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ നടപടികൾക്ക് മുൻകാല പ്രാബല്യമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത്. വഖഫ് ബോർഡിന്റെ പരാതിയിൽ 2017 കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതി 2 പോസ്റ്റ് ഓഫീസ് ജീവനക്കാർക്കെതിരെ കേസെടുക്കുന്നത്. ഈ നടപടി ചോദ്യം ചെയ്തായിരുന്നു പോസ്റ്റ് ഓഫീസ് ജീവനക്കാർ ഹൈക്കോടതിയിലെത്തിയത്. 2013 വഖഫ് ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് വഖഫ് ഭൂമി കൈവശം വെക്കുന്നതിനെതിരെ ബോർഡ് നടപടി സ്വീകരിച്ചത്. എന്നാൽ നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ നിയമ ഭേദഗതിക്ക് മുമ്പ് കൈവശം വെച്ച ഭൂമിയുടെ പേരിൽ ക്രിമിനൽ നടപടി സാധ്യമല്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമ ഭേദഗതി വിവാദത്തിനൊപ്പം കത്തിപ്പടരുന്നതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. കൊച്ചിയിൽ 614 കുടുംബങ്ങൾ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന മുൻപത്തെ വഖഫ് ഭൂമി പ്രശ്നവും ഇതിന് പുറമെയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വയനാട് മാനന്തവാടിയിലും 5.45 ഏക്കർ ഭൂമിക്ക് മേൽ വഖഫ് നോട്ടീസ് ലഭിച്ചിരുന്നു. സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്കും മുസ്ലിം സംഘടനകൾക്കും കണ്ടില്ലെന്ന് നടിക്കാനാവാത്ത വിധം ദേശീയ വിഷയമായി മുനമ്പം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.